പ്രകാശമേ മിഴി തുറക്കുക വേഗം. ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. രണ്ട് യജമാന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. യേശു ഒരു നയപ്രഖ്യാപനം പോലെയാണ് 5, 6, 7 അധ്യായങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ പുതിയ ധാർമ്മികത അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി യേശു കൊണ്ടുവരുന്ന പുതുമയാണ്. അപ്പോൾ യേശു എടുത്ത് പറയുന്നത് രണ്ട് യജമാന്മാരെ സേവിക്കാൻ സാധിക്കില്ല. ഇവിടെ യജമാന്മാരായിട്ട് എടുത്തിരിക്കുന്നത് ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ. മാമോൻ എന്ന ധനമാണ്, പിശാച് എന്നാണ് അർത്ഥം. അപ്പോൾ സമ്പത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കാനാവില്ല. ദൈവം സമ്പത്ത് നൽകുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കാനും ശ്രമിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വലിയ ധനികനായി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അർത്ഥമാവുന്നില്ല. എനിക്ക് ധനമുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, എൻ്റെ മഹത്വം പ്രകടിപ്പിക്കാനായിട്ട് വലിയ വീടുകളും വണ്ടികളും എല്ലാം കാണിച്ചാണോ അതോ പങ്കുവെച്ചുകൊണ്ടാണോ? ഇപ്പോൾ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധിക്കും. മാമോൻ എന്ന് പറഞ്ഞാൽ പിശാചാണ്. അപ്പോൾ ധനമാണത്. ധനം ദൈവത്തിൻ്റെ ബദലായി നിൽക്കുന്നു. ധനത്തെ സേവിക്കുക. അപ്പോൾ ധനത്തിന് വേണ്ടി പുറകെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധ്യാനത്തിൽ പോലും സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ധാരാളമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ധ്യാനം കൂടുന്നു, എനിക്ക് വലിയ സമ്പത്തുണ്ടായി എന്ന് പറയുമ്പോൾ അപകടമാണെന്ന് ഓർക്കുക. സമ്പത്ത് പങ്കുവയ്ക്കാനായിട്ട് ദൈവം നൽകുന്ന ദാനമാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ആധിപത്യം സ്ഥാപിക്കാനോ വലുപ്പം കാണിക്കാനോ ഉള്ളതാവരുത്. അതുകൊണ്ട് ധനത്തെയല്ല, ദൈവത്തെ സേവിക്കണം. ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ദൈവം നൽകുന്ന ദാനം, സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം കൂടി ഓർക്കുക. ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, സന്ദർശിച്ചു, വിശന്നു, എനിക്ക് ദാഹം തന്നു. അപ്പോൾ ആ വിശക്കുന്നവനും ദാഹിക്കുന്നവനും ആയി പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഈ തമ്പുരാൻ്റെ കൃപ, അനുഗ്രഹം നമുക്ക് കിട്ടേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ മാമോനെ ആരാധിക്കുന്നവരാവും, അത് നാശത്തിലേക്കായിരിക്കും നയിക്കുക. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരാവട്ടെ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് പണത്തെ കയറ്റി പ്രതിഷ്ഠിക്കാതിരിക്കട്ടെ. അതിൻ്റെ കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക